എന്താ ഒരു ആൾക്കൂട്ടം? ഒന്ന് മാറുന്നേ. ഇത് നമ്മുടെ അവിടെ ഉള്ള ആളല്ലേ? എന്ത് പറ്റിയതാ? വെയിലത്ത് തല ചുറ്റി വീണതാ. ഒരു മൊബൈല് എടുത്ത് ദൂരെ കളാം. എന്തിനു വേണ്ടി ഈ വെയിലത്ത് ഇങ്ങനെ? എൻ്റെ ഭാര്യയ്ക്ക് നല്ല സുഖമില്ല. ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു. പഴങ്ങൾ കഴിക്കാൻ പറഞ്ഞു. അതിന് ആപ്പിൾ മേടിക്കാൻ വന്നതാ. ഇത്രയും ദൂരം വന്നോ? ഇതൊന്നും നമ്മുടെ അവിടെ കിട്ടില്ല. അവിടെ ഓരോന്നിനും 30 രൂപ വെച്ച് കൊടുക്കണം. ഇവിടെ 30 രൂപയ്ക്ക് 2 കിട്ടും. അപ്പോ മോനും മരുമോളും ഒക്കെ എല്ലാവരും ഉണ്ട്. അല്ല, നിങ്ങൾ ഇത് എങ്ങോട്ടാ പോയത്? ഞാനിന്ന് പുറത്ത്. നിങ്ങളെ കാണാഞ്ഞിട്ട് അമ്മ എന്തുമാത്രം ടെൻഷനായിന്നറിയോ? ഈ വീട്ടിലിപ്പോ വേറെ ആരൊക്കെ ഉള്ളത്? എല്ലാരും ഉണ്ട്. 1 കോടി രൂപ അങ്ങോട്ട് തരാം. നിങ്ങളുടെ അച്ഛനെ കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ അച്ഛനെ വിൽക്കണമെന്നോ? അങ്ങനെ എന്താണെന്നറിയോ, എനിക്ക് അച്ഛന്മാരെ വലിയ ഇഷ്ടം. പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള അച്ഛന്മാരെ. നല്ല മിടുക്കൻ അച്ഛനല്ലേ. എനിക്ക് ഈ അച്ഛനെ വേണം. ശരിക്കും വാങ്ങാൻ വന്നവര് തന്നെയാണോ? ആളെ കണ്ട കാശുള്ള പാർട്ടിയാണെന്നാ തോന്നുന്നത്. അതെ അതെ അതെ. ശരിക്കും വാങ്ങിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഒടുക്കത്തെ ഡിസ്കഷനിലാണോടാ. സത്യമായിട്ട് വാങ്ങുമോ? എന്റെ ഈ തൊണ്ടയാണേ സത്യം. ഓ, അദ്ദേഹത്തെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒന്നുകൂടി വ്യക്തമാക്കിയാലും. പാവം അമ്മ ഒറ്റയ്ക്കായി പോവില്ലേ? 1 കോടി കൂടെ തന്ന അമ്മയും കൂടെ എടുത്തു. എനിക്ക് ഈ അച്ഛനെ മാത്രം മതി. ബൈ 1 get 1 ഫ്രീ. അച്ഛനെ മേടിച്ച് അമ്മ ഫ്രീ ആയിട്ട് തരാം. അതൊന്നും വേണ്ട. എനിക്ക് അച്ഛനെ മാത്രം മതി. സോറി ലേഡീസ്, അമ്മയ്ക്ക് 2 കോടി, അച്ഛന് 2 കോടി, മൊത്തം 4 കോടി. ക്യാഷ് റെഡിയാണ്, കൊടുക്കുന്നു. നിങ്ങൾക്ക് അച്ഛനെ മാത്രമേ ഇഷ്ടമുള്ളൂ? അമ്മയെ ഇഷ്ടമാണ്. ഓ, 4 കോടിയാ കണ്ടോ? എനിക്ക് അമ്മയൊന്നും വേണ്ട. 4 കോടി തരാം. അച്ഛൻ എനിക്ക് തന്നേക്ക്. 1 മിനിറ്റ്. കുറേശ്ശെ റേറ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ നന്നായി ആലോചിക്കേണ്ടത്. പറഞ്ഞ ശരിയാ. പക്ഷെ എന്ത് ചെയ്യും? എന്നാൽ ഒരു ദിവസം കൂടി സമയം ചോദിക്കും. തീരുമാനം എന്തായാലും ഒന്ന് വേഗം വേണം കേട്ടോ. ഞങ്ങൾക്ക് 1 ദിവസം സമയം വേണം. ആർ യു ഷുവർ? ഓക്കേ മാം, ഡാഡ്, നാളെ ആരെങ്കിലും വന്ന് നിങ്ങളെ വാങ്ങിച്ചിട്ട് പോകും. See you tomorrow. Bye. നോക്കൂ ബ്രോ, എന്റെ കൂടെ വന്നവന്മാരെല്ലാം ഭയങ്കര കണ്ണിങ്ങാ. നിങ്ങളുടെ അച്ഛനെ ചീപ്പായിട്ട് വാങ്ങിച്ച് വില കൂട്ടി വിൽക്കാൻ വേണ്ടിട്ടാ. എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവാത്തത്, ഞങ്ങളുടെ അച്ഛനെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? അതോ, നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ, അതായത് മുത്തച്ഛൻ, അദ്ദേഹത്തിന്റെ 50 കോടി സ്വത്ത് കോടതിയിലുണ്ട്. ആ കാര്യം നിങ്ങളുടെ അച്ഛന് പോലും അറിയില്ല. നിങ്ങളുടെ അച്ഛനെ നന്നായിട്ട് നോക്കുന്നവർക്ക് ആ പൈസ കൊടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുക. അങ്ങനെയൊന്നുമില്ല. അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അതാരാന്നറിയോ? പിച്ചക്കാരൻ. അതൊന്നുമല്ല, CBI ഓഫീസറാ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് ജഡ്ജിക്ക് റിപ്പോർട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഇരിക്കുക. അവനവന്റെ ഡ്യൂട്ടി ആരംഭിച്ചു കഴിഞ്ഞു. അതെ, എന്ത് പറയുന്നു? ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനോട് എത്ര സ്നേഹമുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എന്ത് തരാന്ന് പറഞ്ഞാൽ അച്ഛനെ വിൽക്കില്ല. പൊയ്ക്കോ. നീ എന്താണ് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ വരിക. 50 കോടി എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഈ മകനും മരുമോളും ഒക്കെ എല്ലാവരും ഉണ്ട്. സത്യമായിട്ട് വാങ്ങുമോ? അദ്ദേഹത്തെ മാത്രമേ എടുക്കുന്നുള്ളൂ. പാവം അമ്മ ഒറ്റയ്ക്കായി പോവില്ലേ? 1 കോടി കൂടെ തന്ന അമ്മയും കൂടെ എടുത്തു. എന്താണ് ആലോചിച്ചിരിക്കുന്നത്? കിടക്കുന്നില്ലേ? എന്നാൽ ഈ അച്ഛനും അമ്മയും വിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ലോകത്തുണ്ടല്ലോ അല്ലേ? നമ്മളാണെങ്കിൽ തലയിലും താഴത്തും വെക്കാതെ നോക്കിയനെ. ചെറുപ്പം പോലെ ഇത് തന്നെ അതിന്റെ പോലെ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ നോക്കടാ. വിശക്കുന്നില്ലടാ. മോനെ, അമ്മയാ. എന്താമ്മ? കഴിക്കേ. എഴുന്നേക്കടാ. എന്താടാ വിളിക്കും. ഇന്നാ
അമ്മയ്ക്ക് ഞങ്ങൾ പുതിയ സാരി വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛന് കസമുണ്ടും ഷർട്ടും വാങ്ങിയില്ലേ? അച്ഛന് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ടുണ്ട്. വാ വാ വാ, അകത്തേക്ക് പോവാം, എല്ലാം കൊടുക്കാം. അച്ഛനും അമ്മയും പുതിയ ഡ്രസ് ഇട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ. വാങ്ങിച്ചതാ. കണ്ടില്ലേ സ്നേഹം, കണ്ടില്ലേ എന്തൊരു സ്നേഹം. നമ്മൾ നോക്കുന്ന പോലെ ആരെങ്കിലും നോക്കോടോ അച്ഛനെ? അതേടാ, ആരും നോക്കാനാ. ആ, ഞങ്ങൾക്ക് അഭിമാനല്ലേ. അച്ഛനെ അമ്മേനെ നോക്കുന്നത് മേളിലുള്ളവർ അറിയണ്ടടാ. നീ പുതിയ കാർ എടുത്തു? ആ, നിന്റെ ഏടത്തി എവിടെടാ? ഇവിടെ എങ്ങും കാണുന്നില്ല. കാണുന്നില്ലേ? സാർ അങ്ങോട്ട് പോകുന്നേ. ഡോക്ടർ സുരേഷ്, സെറ്റിൽ ദ മാറ്റർ. ഐ വിൽ ടേക്ക് കെയർ. എന്താ കാര്യം പറ. എന്താ സാർ, ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ ദിവസം ഒരു കാർ എടുത്തോണ്ട് വരും, എന്നിട്ട് മിണ്ടാ അങ്ങ് പോകും. അതെയോ? ഞാൻ ചോദിച്ചാൽ കാണിക്കുമോ? കാണിച്ചുതരാം. എന്നാ സ്റ്റിയറിംഗ് ഒന്ന് കാണിച്ചേ. സ്റ്റിയറിംഗ് ഇതാണ്. എ സി ഒന്ന് കാണിച്ചേ. നല്ല ഒന്നാമത് ഏസിയാ. ഓൺ കാണിക്കുമോ? അടിച്ചടിച്ച് കാണിച്ചു തരാം. ബ്രേക്ക് കാണിക്കുമോ? ചവിട്ടി കാണിച്ചു തരാം. എയർ ബാഗ്സ് കാണിക്കുമോ? അതെവിടെയും കൊണ്ട് ഇടിച്ചാൽ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. ഒരു പക്ഷേ ഇടിച്ചു കഴിയുമ്പോൾ ഓപ്പൺ ആയില്ലെങ്കിലോ? ആവും. ഓപ്പൺ ആയില്ലെങ്കിലോ? ആകുന്ന് പറഞ്ഞില്ലേ? ആയില്ലെങ്കിലോ? ആകുന്ന് പറഞ്ഞില്ലേ? സൈലൻസ്. എനിക്ക് ബെൻസും അറിയാം, ഹാൻസും അറിയാം. ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. നിങ്ങളുടെ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ പോയിക്കോ. നിന്നെ പോലെ മാസത്തിൽ തന്നെ കിട്ടിയാൽ മതി. നീ എന്തിനാ എന്റെ കൂടെ വരുന്നേ? അതിന് ഞാൻ നിന്റെ കൂടെ വന്നൊന്നല്ല, എന്റെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വന്നതാ. നിന്റെ പേഷ്യൻസ് എവിടെ ഉള്ളത്? അത് പിന്നെ എന്റെ പേഷ്യൻസ് ദോ അവിടെ. ഇത് കാർഡിയോളജി അല്ലേ? ആയിക്കോട്ടെ, നീ ഓർത്തോപീഡിക് ഡോക്ടർ അല്ലേ? അതും ഞാൻ പഠിച്ചിട്ടുണ്ട്. കൂൾ. അതെന്താ ENT. എന്നുവെച്ചാ ചെവി, മൂക്ക്, തൊണ്ട. അപ്പൊ അത് 3 പഠിക്കണ്ടേ? ഞാൻ 2 പഠിച്ചത് തെറ്റാണോ? So cute, eh? നിങ്ങൾക്കൊന്നൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഇല്ലേ? നിങ്ങൾ ട്രൈ ചെയ്തോ? ഹലോ എക്സ്ക്യൂസ് മീ, എനിക്കത് അത് തരാൻ പാടില്ല. പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭാവി ഭാര്യ ഒരു വലിയ ഡോക്ടറാ.